നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മൾ പ്രിൻ്റർ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ കാറ്റഗറിയാണ് പറഞ്ഞു നിർത്തിയത്. നമ്മൾ അടുത്തതായിട്ട് പ്രിൻ്റർ പോലെ തന്നെ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് പേപ്പറിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലോട്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ കുറിച്ചാണ് നോക്കുന്നത്. A plotter is an output device used to produce hard copies of graphs and designs on the paper. പേപ്പറിൽ ഗ്രാഫുകളും ഡിസൈൻസും ഒക്കെ ചെയ്യാൻ വേണ്ടി, അതായത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. അതായത് വലിയ ഫോർമാറ്റിലുള്ള പേപ്പറുകളിൽ വലിയ ഗ്രാഫുകളും മാപ്പുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അതായത് എൻജിനീയറിംഗ് ഡ്രോയിങ് പർപ്പസുകൾക്ക്, വലിയ ഡ്രോയിങ് ഒക്കെ ഉണ്ടല്ലോ, എൻജിനീയറിംഗ് ഡ്രോയിങ്ങുകൾ, അത്തരത്തിലുള്ള വലിയ പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, ഇപ്പോൾ കാറുകളുടെ, ഷിപ്പുകളുടെയൊക്കെ ഡിസൈനുകൾ, വലിയ വലിയ ബിൽഡിങ്ങുകളുടെ ഡിസൈനുകൾ, ഹൈവേ ഡിസൈനുകൾ, അങ്ങനെയൊക്കെ ഉള്ളത് വലിയ ടൈപ്പിലുള്ള പേപ്പറുകളിൽ വലിയ ഇമേജുകളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കോപ്പികൾ, ഗ്രാഫ്സും ഡിസൈൻസും ഒക്കെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു കാറ്റഗറിയാണ് ഡ്രം പ്ലോട്ടർ എന്ന് പറയുന്നത്. ഡ്രം പ്ലോട്ടർ എന്ന് പറയുന്നതിനെ നമ്മൾ റോളർ പ്ലോട്ടർ എന്നും പറയും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡ്രം ഓർ റോളർ ഓൺ വിച്ച് പേപ്പർ ഈസ് പ്ലേസ്ഡ്. ഒരു ഡ്രം പോലൊരു സാധനം, അതിനകത്താണ് പേപ്പർ ഫേസ് ചെയ്യുന്നത്. ഈ ഡ്രം മുമ്പോട്ടും പുറകോട്ടും ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ടാണ് അതിനകത്ത് ഈ ഗ്രാഫ് അല്ലെങ്കിൽ ഡിസൈൻ പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്. അതിന് ഇറ്റ് ആൾസോ കൺസിസ്റ്റ് ഓഫ് എ ഡ്രോയിങ് ആം. ഒരു കൈ പോലൊരു സാധനമുണ്ട്, അതിനകത്ത് വിവിധ കളറിലുള്ള പെൻസിലുകൾ, അതായത് ഇങ്ക് പെന്നുകളോ പെൻസിലുകളോ ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ റോളറിലുള്ള പേപ്പർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ആം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താണ് ഈ പേപ്പറിനകത്ത് എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് വരയ്ക്കുന്നത്. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രാഫുകളോ മാപ്പുകളോ ഒക്കെ ഈ പേപ്പറിനകത്ത് നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഒരു ഡ്രം അല്ലെങ്കിൽ ഒരു റോളറുണ്ട്. ഈ റോളറിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പേപ്പറിൽ ഒരു ആമിൽ ഘടിപ്പിച്ചിരിക്കുന്ന പേനയോ പെൻസിലോ വെച്ച് വരച്ചെടുക്കുന്ന സൈസിലുള്ള പ്ലോട്ടറുകളെ വിളിക്കുന്ന പേരാണ് ഡ്രം പ്ലോട്ടർ. രണ്ടാമത്തെ ടൈപ്പിലുള്ള ഒരു പ്ലോട്ടറാണ് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്ന് പറയുന്നത്. A flat bed plotter is also known as a table plotter. It plots on paper. It is spread and fixed over a rectangular flat bed table. ഒരു ടേബിളിൻ്റെ മുകളിൽ പേപ്പർ ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഫ്ലാറ്റ് ബെഡ് ടേപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടേബിൾ പ്ലോട്ടർ എന്ന് പറയുന്നത്. നമ്മളൊരു മേശപ്പുറത്ത് പേപ്പർ ഇങ്ങനെ വിരിച്ച് വെച്ചിരിക്കുന്നത് പോലെ ഇരിക്കും. അതിന് രണ്ട് ആമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞാൽ ഒരാമാണ് ഉണ്ടായിരുന്നത് അല്ലേ. ഇതിനകത്ത് രണ്ട് ആം ഉണ്ട്. ആ ആമിൽ വിവിധ തരത്തിലുള്ള പെൻസിലുകളും ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ഇങ്ക് പെന്നുകളും ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഈ രണ്ട് ആമുകൾ മൂവ് ചെയ്താണ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, വരച്ചെടുക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ ഡ്രം പ്ലോട്ടറിനെ അപേക്ഷിച്ച് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്ന് പറയുന്നത് സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് കുറേ സമയമെടുക്കും. അപ്പം ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രോയിങ്ങുകളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സെവറൽ അവേഴ്സ് വരെ എടുക്കാൻ സാധ്യതയുണ്ട്. ഇത് സ്ലോ ആണ് ഇത്തരത്തിലുള്ള പ്ലോട്ടറുകൾ. അടുത്ത ടൈപ്പിലുള്ള ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് 3 ഡയമെൻഷണൽ പ്രിൻ്റർ എന്ന് പറയുന്നത്, അതായത് 3D പ്രിൻ്റർ എന്ന് പറയും. 3 ഡയമെൻഷണൽ പ്രിൻ്റർ. എ 3D പ്രിൻ്റർ ഈസ് എ ന്യൂ ജനറേഷൻ ഔട്ട്പുട്ട് ഡിവൈസ് യൂസ്ഡ് ടു പ്രിൻ്റ് 3D ഒബ്ജക്ട്സ്. അതായത് 3D ഒബ്ജക്റ്റുകളെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിൻ്ററാണ് 3D പ്രിൻ്റർ എന്ന് പറയുന്നത്, 3 ഡയമെൻഷണൽ പ്രിൻ്റർ. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡിഫറൻറ്റ് മെറ്റീരിയൽസ് യൂസിങ് ദ സെയിം പ്രിൻ്റർ. അതായത് ഒരേ പ്രിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള മെറ്റീരിയലുകൾക്കകത്ത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അതായത് സെറാമിക് കപ്പുകൾ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടോയ്കൾ, മെറ്റൽ മെഷീൻ പാർട്ടുകൾ, അങ്ങനെയുള്ള സ്റ്റോൺ വെയർ വേസസ്, ഫാൻസി ചോക്ലേറ്റ് കേക്ക്സ്, അങ്ങനെ എന്തിൽ വേണമെങ്കിലും പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രിൻ്ററാണ് ഈ 3 ഡയമെൻഷണൽ പ്രിൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള
3 ഡയമെൻഷണൽ ഒബ്ജക്റ്റുകളിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിൻ്ററാണ് 3D പ്രിൻ്റർ, അതായത് 3 ഡയമെൻഷണൽ പ്രിൻ്റർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്ന കാറ്റഗറിയെ കുറിച്ചാണ് നോക്കുന്നത്. ദ ഓഡിയോ ഔട്ട്പുട്ട് ഈസ് ദ എബിലിറ്റി ഓഫ് ദ കമ്പ്യൂട്ടർ ടു പ്രൊഡ്യൂസ് സൗണ്ട്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? സൗണ്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ ത്രൂ ആഡിയോ പോർട്ടുകൾ. കമ്പ്യൂട്ടറിനകത്തുള്ള ഓഡിയോ പോർട്ടുകൾ വഴി അവ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യും. അപ്പം ഈ സ്പീക്കറുകൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്പീക്കർ, ആ സ്പീക്കർ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഓഡിയോ പോർട്ടിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്താൽ അതിൽ നിന്നുള്ള സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് അതുവഴി കേൾക്കാൻ കഴിയും. അതായത് ആ സ്പീക്കറിനകത്തൊരു ഡയഫ്രം ഉണ്ടാവും. നിങ്ങൾ ചെറിയ 10ാം ക്ലാസ്സിലൊക്കെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു മൂവിങ് കോയിൽ വർക്ക് ചെയ്യുന്നതെന്നും സ്പീക്കറിൻ്റെ വർക്കിങ്ങും ഒക്കെ. അപ്പോൾ അത്തരത്തിൽ തന്നെ ഉള്ള നോർമലായിട്ടുള്ള ഒരു സ്പീക്കറാണ് കമ്പ്യൂട്ടറിലും ഉപയോഗിക്കുന്ന ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ എന്താണ് ഇ വേസ്റ്റ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇ വേസ്റ്റ് റെഫേഴ്സ് ടു ഇലക്ട്രോണിക് പ്രോഡക്ട്സ് നിയറിങ് ദ എൻഡ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ്. നമ്മളൊരു ഇലക്ട്രോണിക്സ് ഉപകരണം അതിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പാഴിപ്പോവും അല്ലേ? അതിൻ്റെ ലൈഫ് അവസാനിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് വേസ്റ്റ്. ഇലക്ട്രോണിക് വേസ്റ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ഡിസ്കാർഡഡ് കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ ഉപേക്ഷിക്കുന്ന കമ്പ്യൂട്ടറുകൾ, ഓഫീസ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകൾ, നമ്മുടെ ഓഫീസിലൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകൾ ഏതെങ്കിലും. ഇനി എൻ്റർടൈൻമെൻറ്റ് ഡിവൈസുകൾ, ടി വി ഒക്കെ പോലുള്ള സാധനങ്ങളില്ലേ അത്തരത്തിലുള്ളത്, മൊബൈൽ ഫോണുകൾ, ടെലിവിഷൻ സെറ്റ്, റെഫ്രിജറേറ്റേഴ്സ്, ഇവയൊക്കെ ഇവയെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മളെ വിളിക്കുന്ന പേരാണ് ഇ വേസ്റ്റ്. അപ്പോൾ ഇവിടെ റീയൂസ് ചെയ്യാൻ പറ്റാത്ത, റീസെയിൽ ചെയ്യാൻ പറ്റാത്ത, റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റാത്ത, ഡിസ്പോസലുള്ള ഏത് ഇലക്ട്രോണിക് സാധനങ്ങളെയും നമുക്ക് കൺസിഡേർഡ് ആസ് ഇ വേസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നമ്മൾ പാഴിപ്പോകുമ്പോൾ അവയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് വേസ്റ്റ്, അതായത് ഇ വേസ്റ്റ്. അപ്പോൾ ഈ ഇ വേസ്റ്റ് കൊണ്ട് എന്താണ് നമുക്ക് പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇ വേസ്റ്റിനകത്ത് എന്താണ് നമ്മുടെ ഇ വേസ്റ്റിലുള്ള പ്രശ്നം? ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ വേസ്റ്റിൽ ലെഡ്, മെർക്കുറി, കാഡ്മിയം പോലുള്ള സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സോൾഡറിൽ, PCBയിൽ, LCD സ്ക്രീനുകളിൽ, റെസിസ്റ്ററുകൾ, സെമി കണ്ടക്ടറുകൾ തുടങ്ങിയവയിലൊക്കെ ഈ ലെഡും മെർക്കുറിയും കാഡ്മിയവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ലെഡും മെർക്കുറിയും കാഡ്മിയവും ഒക്കെ നമ്മുടെ ബോഡിക്ക് വളരെയധികം ഹാംഫുള്ളാണ്. അപ്പോൾ ഈ നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ വലിച്ചെറിയുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ചുറ്റും കിടന്ന് നമുക്ക് തന്നെ ഹാംഫുള്ളായിട്ട് വരും. ഇതാണ് നമ്മൾ ഇലക്ട്രോണിക് വേസ്റ്റിനെ കുറിച്ച് ഇത്രയധികം കൺസേൺ ചെയ്യാനുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഈ വേസ്റ്റുകളെ എങ്ങനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാം, ഈ വേസ്റ്റുകളെ നമുക്ക് എന്തെല്ലാം ചെയ്ത് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വേസ്റ്റുകളുടെ യൂസേജിന് ഡിസ്പോസൽ മെത്തേഡ്സ് പല വിധത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അതിൽ ഒന്നാമത്തെ ഒരു മെത്തേഡാണ് ഇതിനെ റീയൂസ് ചെയ്യുക എന്നുള്ളത്. ഇറ്റ് റെഫേഴ്സ് ടു സെക്കൻഡ് ഹാൻഡ് യൂസ് ഓർ യൂസേജ് ആഫ്റ്റർ ദ എക്യുപ്മെൻറ്റ് ഹാസ് ബീൻ അപ്ഗ്രേഡഡ് ഓർ മോഡിഫൈഡ്. മോസ്റ്റ് ഓഫ് ദ ഓൾഡ് കമ്പ്യൂട്ടേഴ്സ് ആർ പാസ്ഡ് ഓൺ ടു റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, റിട്ടേൺ ടു റീറ്റെയിലേഴ്സ് ഫോർ എക്സ്ചേഞ്ച് ഓർ ഫോർ മണി. Some computer also passed on to charitable institution, educational institutions, etc. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ കുറച്ച് പഴയതാവുമ്പോൾ നമ്മൾ പുതിയത് വാങ്ങിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഇതിങ്ങനെ വലിച്ചെറിയാതെ സെക്കൻഡ് ഹാൻഡ് യൂസേജ് ഉള്ള ആളുകൾക്ക് കൊടുക്കാം. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനോ സ്കൂളുകൾക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അവ ഉപയോഗിക്കുന്ന ആൾക്കാർക്കോ ഒക്കെ നമ്മളിത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഒരു പരിധി വരെ ഇവ വേസ്റ്റ് ആകുന്നത് കുറയ്ക്കാൻ കഴിയും. അപ്പം നമുക്കത് അത്രത്തോളം ഉപയോഗപ്പെടുത്തുന്ന രീതിയിലല്ലെങ്കിലും വേറൊരാൾക്ക് അത് ചിലപ്പോൾ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. ആ ആളിലേക്ക് നമ്മളത് എത്തിക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ മെത്തേഡ്, ദാറ്റ് ഈസ് റീയൂസ്.
അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ക് കാട്രിഡ്ജുകളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണഗതിയിൽ പ്രിൻ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ക് കാട്രിഡ്ജ് തീരുമ്പോൾ അതങ്ങെടുത്ത് കളയുന്നു, അടുത്തത് വാങ്ങുന്നു. അതേസമയം അത് റീഫില്ല് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിലോ നമുക്ക് ഈ വേസ്റ്റ് കുറയ്ക്കാൻ കഴിയത്തില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡുകളെ, ഈ വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി അവയെ പുനരുപയോഗിക്കുന്ന മെത്തേഡുകൾ വിളിക്കുന്ന പേരാണ് ആദ്യത്തെ റീയൂസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാറ്റഗറിയിലുള്ള ഒരു മെത്തേഡാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇൻസിനറേഷൻ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ കൺട്രോൾഡ് ആൻഡ് കംപ്ലീറ്റ് കമ്പസ്റ്റൻ പ്രോസസ് ഇൻ വിച്ച് ദ വേസ്റ്റ് ബേൺഡ് ഇൻ സ്പെഷ്യലി ഡിസൈൻഡ് ഇൻസിനറേറ്റേഴ്സ് അറ്റ് എ ഹൈ ടെമ്പറേച്ചർ ഇൻ ദ റേഞ്ച് ഓഫ് 900 to 1000 ഡിഗ്രി സെൽഷ്യസ്. അപ്പം നമുക്ക് ഈ ആവശ്യമില്ലാത്ത ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് വേസ്റ്റുകളെ പ്രത്യേക തരത്തിലുള്ള ഇൻസിനറേറ്ററുകളിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ബേൺ ചെയ്ത് കളയും, കത്തിച്ച് കളയും. അത് വലിയ, നമുക്ക് വെറുതെ ഇട്ട് കത്തിച്ചാൽ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വരും. അപ്പോൾ അങ്ങനെ പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ഇൻസിനറേറ്ററുകളിൽ 900 മുതൽ 1000 വരെ ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഇത് ബേൺ ചെയ്ത് ഇല്ലാതാക്കി കളയുന്ന രണ്ടാമത്തെ മെത്തേഡാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഒരു മെത്തേഡാണ് റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. റീസൈക്ലിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഓർ മാനുഫാക്ചറിങ് ന്യൂ പ്രോഡക്ട്സ് ഫ്രം എ പ്രോഡക്റ്റ് ദാറ്റ് ഹാസ് ഒറിജിനലി സർവ്ഡ് ഇറ്റ്സ് പർപ്പസ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ വസ്തുക്കൾ കൊണ്ട് വേറെ എന്തെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുത്താമോ, അതിൽ നിന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമോ? ഇപ്പോൾ മോണിറ്റേഴ്സ്, കീബോർഡ്, ലാപ്ടോപ്പ്, മോഡംസ്, ടെലിഫോൺ ബോർഡ്സ്, ഹാർഡ് ഡ്രൈവ്സ്, കോമ്പാക്ട് ഡിസ്ക്, മൊബൈല്, ഇങ്ങനെയുള്ള എന്തും നമുക്ക് റീസൈക്കിൾ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയും അല്ലേ? വേറെ എന്തെങ്കിലും പർപ്പസുകൾക്കൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനോ, അതിപ്പോൾ ഇതിൻ്റെ ബോർഡ് ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനോ ഒക്കെ അങ്ങനെയുള്ള പർപ്പസുകൾക്ക് വേണ്ടി നമ്മളിതിനെ ഉപയോഗിക്കും. അതിനെ നമ്മൾ വിളിക്കുന്നത് റീസൈക്ലിംഗ് എന്നാണ്. നമ്മൾ ഒന്നിനെ, അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ സാധനത്തിനെ നമ്മൾ മറ്റൊന്നായി ഉപയോഗിക്കുന്ന പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഒരു സംഗതിയാണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ബട്ട് നോട്ട് റെക്കമെൻഡഡ് മെത്തേഡ്സ് ഫോർ ഡിസ്പോസൽ ഓഫ് ഇ വേസ്റ്റ്. വൈഡ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്, അതായത് ധാരാളം ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ആസ് ദ മെത്തേഡ് ഓഫ് ഡിസ്പോസൽ. ഇ വേസ്റ്റിൻ്റെ ഡിസ്പോസൽ മെത്തേഡായിട്ടോ നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡല്ല ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സോയിലിൽ വലിയ കുഴിയൊക്കെ എടുത്തിട്ട് ഇതേണക്കുള്ള ട്രഞ്ചസോ അങ്ങനെയൊക്കെ എടുത്തിട്ട് ഇതിനെല്ലാം കൂടെ അതിനകത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? മണ്ണിട്ട് മൂടും. പക്ഷേ ഇത് അതിനകത്ത് തന്നെ കിടക്കും അല്ലേ? നമുക്ക് തൽക്കാലം അതിൽ നിന്നുള്ള ഹാംഫുൾ എഫക്റ്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിലും കാലക്രമേണ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡിനെ എന്ത് ചെയ്യാത്തത്? റെക്കമെൻഡ് ചെയ്യാത്തത്. മറ്റുള്ള മെത്തേഡുകളെ അപേക്ഷിച്ച് നമ്മൾ ഇതിന് റെക്കമെൻഡേഷൻ കൊടുക്കാത്തതിന് കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ലാൻഡ് ഫില്ലിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. അതായത് നമ്മളതിനെ നശിപ്പിക്കുകയല്ല, മണ്ണിനകത്തിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് ഒരു സമയത്ത് നമുക്ക് ഹാംഫുള്ളായി തന്നെ മാറും. അതുകൊണ്ടാണ് നമ്മളതിനെ റെക്കമെൻഡ് ചെയ്യാത്തത്. അടുത്ത ഒരു സംഗതിയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഇസ് ദ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ കമ്പ്യൂട്ടിംഗ് ഓർ IT. അതായത് എൻവയോൺമെൻറ്റിന് ഹാംഫുള്ളൊന്നും അല്ലാത്ത രീതിയിൽ അതിന് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടിംഗ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഡിസൈനിങ്, മാനുഫാക്ചറിങ്, യൂസിങ്, ഡിസ്പോസിങ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അസോസിയേറ്റഡ് കമ്പോണൻസ് സച്ച് ആസ് മോണിറ്റേഴ്സ്, പ്രിൻറ്റേഴ്സ്, സ്റ്റോറേജ് ഡിവൈസസ് എക്സെട്ര. അവയെ പരിസ്ഥിതിക്കൊന്നും പ്രശ്നമില്ലാതെ ഉണ്ടാക്കുക, ഉപയോഗിക്കുക, ആവശ്യം കഴിയുമ്പോൾ ഡിസ്പോസ് ചെയ്യുക. ഇതൊക്കെ എങ്ങനെ പരിസ്ഥിതിക്ക് അനുകൂലമായി ചെയ്യാം, അതിനെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഗ്രീൻ IT എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഗ്ലോബൽ എൻവയോൺമെൻറ്റിനെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉതകുന്ന തരത്തിലായിരിക്കണം നമ്മൾ നമ്മുടെ വർക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ജോബ് അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുന്ന സമയത്ത് പരിസ്ഥിതിക്കും കൂടെ ഹാംഫുൾ ആവാത്ത തരത്തിലുള്ള ഒരു രീതി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ താഴെ പറയാൻ പോകുന്നത്. ടേൺ ഓഫ് കമ്പ്യൂട്ടർ വെൻ നോട്ട് ഇൻ യൂസ്. നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്യുക. കാരണം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ്.
പവർ ഓൺ പെരിഫറൽസ് സച്ച് ആസ് ലേസർ പ്രിൻ്റർ ഓൺലി വെൻ നീഡഡ്. ഇപ്പം വലിയ പവർ എടുക്കുന്ന പ്രിൻ്ററൊക്കെ ഉണ്ട്. നമുക്ക് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് മാത്രം അത് ഓൺ ചെയ്തിട്ടാൽ പോരെ? ആവശ്യമില്ലാതെ അത് ഓൺ ചെയ്തിടണോ? വേണ്ട. അപ്പം നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോഴ് ഓൺ ചെയ്യുക. അല്ലാതെ കണ്ടിന്യൂസ് ഓൺ ചെയ്തിട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ പവർ ലോസ് ആയിക്കൊണ്ടിരിക്കും. ഡിവൈസുകളൊക്കെ പവർ സേവർ മോഡ് ഉണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യുക. ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് റാദർ ദാൻ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് വെൻ എവർ പോസിബിൾ. നമുക്ക് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളെക്കാളും കൂടുതൽ നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പവർ കൺസപ്ഷൻ കുറവായിരിക്കും. ഇനി നമുക്ക് വെറുതെ ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാതെ, ഇപ്പോൾ നമ്മളൊരു സാധനം തയ്യാറാക്കി പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു, അതിൻ്റെ എററെല്ലാം മാറി അത് പൂർണ്ണമായും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് എടുത്താൽ നമുക്ക് ഈ കൂടുതൽ പ്രിൻ്റ് ഔട്ട് എടുക്കാതെ കഴിയാൻ പറ്റും. അതായത് പ്രിൻ്ററിൻ്റെ വർക്കേജ് കുറയും, പേപ്പർ വേസ്റ്റ് കുറയും. അപ്പോൾ അതും ഒരു നല്ല മെത്തേഡാണ്. ഇനി ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്ററുകൾ, കാഥോഡ് റേ ട്യൂബ് മോണിറ്ററുകളെക്കാളും ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്ററുകൾ ഉപയോഗിക്കുക. ഈ എനർജി സ്റ്റാർ ലേബലുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുക. അതായത് പവർ കൺസപ്ഷൻ കുറയ്ക്കുന്ന തരത്തിലുള്ള എനർജി സ്റ്റാർ ലേബലുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുക. നമ്മുടെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം നമ്മൾ ഡിസ്പോസ് ചെയ്യാനുള്ള ഈ വേസ്റ്റ്. ഇനി എംപ്ലോയ് ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ് ലൈക്ക് സോളാർ എനർജി. നമ്മൾ സോളാർ എനർജിയൊക്കെ പോലുള്ള ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സസിനെ എംപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും.